അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒറ്റപ്പാലം ഭാഗത്താണ് കേട്ടോ. ഒറ്റപ്പാലം ഭാഗത്ത് നമ്മുടെ ചെനക്കത്തൂർ ക്ഷേത്രമല്ലേ, ചെനക്കത്തൂർ ക്ഷേത്രത്തിന് ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസം. അതുപോലെ തന്നെ നമ്മുടെ പാലപ്പുറം NSS കോളേജ് ഉണ്ട്. ഈ NSS കോളേജിൽ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ വ്യത്യാസത്തിൽ ഇതേ കാണുന്നതാണ് ഹൈവേ റോഡ് കേട്ടോ. നേരെ നമ്മുടെ പാലക്കാട് ടു ഒറ്റപ്പാലം പോകുന്ന മെയിൻ ഹൈവേ റോഡാണ്. ഈ ഹൈവേ റോഡിൽ ആ റോഡിൽ നിന്ന് ഏകദേശം ഒരു 15 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നല്ല വീതിയുള്ള അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു റോഡ് ആക്സസ് ആണ് കേട്ടോ. അതായത് എല്ലാ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു വടക്കോട്ട് ഫേസ് ചെയ്ത് നോർത്ത് ഫേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 17 മീറ്ററോളം നല്ല ഫ്രണ്ടേജ് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും നമുക്കൊരു ഗോഡൗൺ പർപ്പസ്, ഇനി അതല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ്, വില്ലാസ് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രൊജക്റ്റും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നമുക്ക് പറ്റാത്ത ഒരു നല്ലൊരു ഓപ്പൺ കിണറും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ വാഹനവും വരാൻ പറ്റും. മൊത്തത്തിൽ ഈ ഭൂമി എന്ന് പറയുന്നത് പറമ്പ് കാറ്റഗറിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. അതുപോലെ തന്നെ ചുറ്റിനും കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ്. ഇതിനകത്ത് നമുക്ക് നല്ല കായ്ക്കുന്ന ഒരു 8-9 തെങ്ങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പ്ലാവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1-2 തേക്ക് മരങ്ങളും വരുന്നുണ്ട്. മുഴുവനായിട്ട് ചുറ്റിനും കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ആ ഒരു മെയിൻ റോഡ് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത്. നമുക്ക് ഇതിന്റെ നേരെ തൊട്ടടുത്ത് നല്ല കൊമേഴ്ഷ്യൽ ലാൻഡ് ആണ്. അതിനപ്പുറത്ത് നല്ല ഹൈവേ റോഡാണ്. ഹൈവേ റോഡിൽ നിന്ന് രണ്ടാമതായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൊത്തം 22 സെന്റ് പറമ്പ് കാറ്റഗറിയിലാണ് ഭൂമി ഉള്ളത്. അപ്പോൾ ഇത് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് 6,50,000 രൂപയാണ് വിലയായിട്ട് ചോദിക്കുന്നത്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വില കാര്യങ്ങളൊക്കെ നമുക്ക് നെഗോസിയേഷൻ നേരിട്ട് ഓണറുടെ അടുത്ത് നിന്ന് സംസാരിച്ച് ചെയ്യാവുന്നതും കൂടി കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഫുള്ളായി ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ലീഗലി പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു ഭൂമി കൂടിയാണ്. വെള്ളത്തിന് സോഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള പ്രോപ്പർട്ടി ഉണ്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാണോ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ് കേട്ടോ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെനക്കത്തൂർ ക്ഷേത്രം ഒരു 500 മീറ്റർ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ NSS കോളേജ്, അതായത് പാലക്കാട് ടു ഒറ്റപ്പാലം മെയിൻ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് നേരെ ഫ്രണ്ടിൽ ഇത് കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ്. നേരെ പക്ക റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് വരുന്നത് നമുക്ക് പോസ്റ്റ് ഓഫീസ് റോഡ് എന്നാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസ് ബസ് സ്റ്റോപ്പാണത്. അതായത് പാലപ്പുറം പോസ്റ്റ് ഓഫീസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ലൊക്കേഷൻ അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ്. ഇതിനകത്ത് നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം നല്ലൊരു ഫ്രണ്ടേജ് ആയിട്ട് കണ്ടോ മൊത്തം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ട് ഈ അറ്റം വരെ നമുക്ക് ഫ്രണ്ടേജ് ആണ്. ഇങ്ങനെ ഈ ഫുള്ളായിട്ട് ഈ അറ്റം മുതൽ ഈ അറ്റം വരെയായിട്ട് നമുക്ക് നല്ല ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥലം വരുന്നത് കേട്ടോ. പക്ക പറമ്പ് ഭൂമിയാണ്. പിന്നെ അതിനകത്തേക്ക് കയറുകയാണെങ്കിൽ എല്ലാ വാഹനവും വരാം. സ്ട്രെയിറ്റ് ആ റോട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്ന, അതുപോലെ തന്നെ നമുക്കൊരു അപ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടോ. കാരണം ഇതിനകത്ത് കണ്ടോ അത്യാവശ്യം നമുക്ക് നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സൈഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിണർ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ചെറിയൊരു കാട് പിടിച്ച് കിടക്കുന്നതാണ്. ഇതാണോ നമുക്ക് കിണർ കാണുന്നുണ്ടോ. അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളുള്ള ഒരു കിണറാണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ടോ ലൊക്കേഷൻ ചുറ്റിനും വീടുകളാണ്. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് നല്ല കോമ്പൗണ്ട് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് കേട്ടോ. എവിടെയും കുന്നോ ചെരുവോ കുണ്ടോ അങ്ങനെയുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊക്കെയാണ് ഇതും കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ എൻഡ് മുതൽ ആ എൻഡ് വരെ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ബാക്ക് സൈഡും കെട്ടിയിട്ടുണ്ട്, ഈ സൈഡും കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം കമ്പി വേലിയുണ്ട്. ഏകദേശം ഒരു 5 മീറ്റർ ഉണ്ടാവും. 5 to 10 മീറ്റർ മാത്രം നമുക്കൊരു കോമ്പൗണ്ടോ കാര്യങ്ങളോ ചെയ്താൽ മതി. ബാക്കി ചുറ്റിനും നല്ല രീതിയിൽ കോമ്പൗണ്ട് വാൾ കെട്ടിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കൊമേഴ്ഷ്യൽ ലാൻഡ് കഴിഞ്ഞ് തൊട്ടടുത്ത് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് കിടക്കുന്ന സ്ഥലം. മനസ്സിലായോ. 22 സെന്റ് സ്ഥലം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇത് നമുക്ക് തേക്കാണ്. പിന്നെ അതിന് തൊട്ടടുത്തുള്ളത് പ്ലാവ് മരമുണ്ട്, തെങ്ങുണ്ട്. ശരിക്കും നമുക്ക് നല്ലൊരു വീടൊക്കെ ചെയ്യാനാണെങ്കിൽ അടിപൊളിയാണ്. നല്ല ഫ്രണ്ടേജും ബാക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വർക്ക് ചെയ്യാനുള്ള വീട് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. ഇനി അതല്ല നമുക്കൊരു അപ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളൊക്കെ ബിസിനസ് പർപ്പസ് ആണെങ്കിലും സംഭവം അടിപൊളി ലാൻഡാണ്. കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ലാൻഡാണ് കേട്ടോ. നമുക്കിത് ഒരു UP സ്കൂളാണിത്. ഒരു UP സ്കൂൾ വരുന്നുണ്ട്. പിന്നെ കണ്ടോ നല്ല അന്തരീക്ഷമാണ്. ചുറ്റിനും മരങ്ങളും കാര്യങ്ങളും തെങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വരുന്നത് നമ്മുടെ ഒറ്റപ്പാലം ഭാഗത്താണ്. ഒറ്റപ്പാലം ചെനക്കത്തൂർ ക്ഷേത്രത്തിനും അതുപോലെ തന്നെ പാലപ്പുറം NSS കോളേജിനും ഇടയിൽ പോസ്റ്റ് ഓഫീസ് സ്റ്റോപ്പിലാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ
എന്തായാലും നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാം. കണ്ടതിന് ശേഷം നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. ഏകദേശം ഫ്രണ്ടിൽ ഒരു 10-12 മീറ്ററും അതുപോലെ തന്നെ സൈഡിലേക്ക് ഒരു 40 മീറ്ററുമാണ് കേട്ടോ ലെങ്തായി കിടക്കുന്ന ഒരു 40 മീറ്റർ ഇങ്ങനെയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടേജും വരുന്നുണ്ട്. കറക്റ്റ് അവിടെ ഒരു 16 മീറ്ററോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിലും ഒരു 16 മീറ്ററോളം വരുന്നുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ കറക്റ്റായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ്.